കാരണം ഇതുവരെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഈ ലോറി കരയിലുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ രണ്ട് സ്ഥലത്തും പരിശോധന നടത്തി ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക എന്ന കാര്യമാണ് ഇപ്പോൾ അധികൃതർ ചിന്തിക്കുന്നത്. കാരണം ഒരേ സമയം രണ്ട് പരിശോധനകൾ നടത്തിയാൽ എത്രയും വേഗം റെസ്ക്യൂ ഓപ്പറേഷനുകൾ നടത്താനാകും എന്നുള്ളത് തന്നെയാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും സൈന്യം 10 മണിയോടെ എത്തും. അതിന് മുന്നോടിയായി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ ഏത് രീതിയിലാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്നും പുനരാരംഭിക്കുക എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ കൃത്യമായി വീണ്ടും JCB മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുക. ആ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി റഡാർ ഉപയോഗിച്ച് NIT ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. ആ ക്യാമ്പ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഒരിക്കൽ കൂടി റഡാർ പരിശോധന നടത്തും. ഇന്നലെയും അവർ പറഞ്ഞൊരു കാര്യം, ഈ ചെളി നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി അതിജീവിച്ച് വേണം മുന്നോട്ട് പോവാൻ. കാരണം ഒരു സിഗ്നൽ പോലും, അതായത് സാധാരണ ഭൂമിയിലാണെങ്കിൽ, സാധാരണ സർഫസിലാണെങ്കിൽ കൃത്യമായ വിലയിരുത്തൽ നടത്താനാവും, കൃത്യമായ നിഗമനങ്ങളിലേക്ക് എത്താനാവും. പക്ഷേ ഇത് ചളി നിറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ 100% ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യതയുള്ള സിഗ്നലുകളല്ല ലഭിക്കുന്നത് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ ഇന്നലെ പോലും അല്ലെങ്കിൽ 3 തവണ സിഗ്നൽ ലഭിച്ചിട്ടും അത് കൃത്യമാണോ എന്ന് ഉറപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം അപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പാറയുടെയോ മറ്റ് ലോഹ കഷ്ണങ്ങളുടെയോ ആവാം. പക്ഷേ അത്തരത്തിലുള്ള അല്ലെങ്കിൽ പാറയുടെയോ ചെളിയുടെയോ വാക്വം നിറഞ്ഞ സ്ഥലമല്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് അവരെത്തിയിരുന്നു. തീർച്ചയായും അടുത്ത മണിക്കൂറുകളിൽ ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. എന്തായാലും ഇപ്പോൾ ആംബുലൻസ് ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. കാരണം എത്രയും വേഗം അർജുനെ കണ്ടെത്തുക, അർജുനെ പുറത്തേക്ക് എത്തിക്കുക, അതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മെഡിക്കൽ സംഘങ്ങളെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് ആണ് ആശുപത്രി ഉള്ളത്. അപ്പോൾ അവിടെ എല്ലാ മെഡിക്കൽ സംഘവും അവിടെ തയ്യാറായി കഴിഞ്ഞു. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതൽ ഒരു വേഗത രക്ഷാപ്രവർത്തനത്തിന് കൈവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ കാര്യമായി മാറാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തന്നെ ആരംഭിക്കുന്നു. ഇപ്പോൾ ഇന്നും മാധ്യമപ്രവർത്തകരെ ഈ മേഖലയിലേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 3 കിലോമീറ്ററിന് ഇപ്പുറത്തേക്കാണ് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നത്. അവിടെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറോ SP ഉൾപ്പെടെയുള്ളവരാരും ഈ സ്ഥലത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ ഇവരും ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തും. ജില്ലാ കളക്ടർ തന്നെയാണ് സൈനിക ഏകീകരണം നടത്തുന്നത്. കാരണം ജില്ലാ കളക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയത്. ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സൈനിക സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവർ എത്തുന്നതോടെ സമ്പൂർണ്ണ ചുമതല, രക്ഷാപ്രവർത്തനത്തിൻ്റെ സമ്പൂർണ്ണ ചുമതല ഇവർ ഏറ്റെടുക്കുന്നൊരു സാഹചര്യമുണ്ടാകും. അങ്ങനെയെങ്കിൽ എന്ത് മോഡൽ ഓപ്പറേഷനാണ്, ഒരുപക്ഷേ ഇപ്പോഴും നമുക്കറിയാൻ സാധിക്കുന്നത് പുതിയ എക്യുപ്മെൻറ്റ്സ്, അതായത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഉപകരണങ്ങളൊന്നും തന്നെ സൈനിക ഉദ്യോഗസ്ഥർക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം അവർ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്, അവിടെ ചളി മൂടിയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ JCB ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകിയത്. ആ റിപ്പോർട്ടിലും അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കമാണ് അല്ലെങ്കിൽ സൈനിക വിഭാഗം നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാൻ പവർ കൂട്ടി അവിടെ ഏത് രീതിയിലുള്ള അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമാണ് ഇനി നടത്താൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത്. എന്തായാലും 10 മണിയോടെ സൈനികരെത്തും. SDRFൻ്റെയും NDRFൻ്റെയും സംഘം ഇതിനോടകം തന്നെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷേ 7:30 തന്നെ ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ അത്രത്തോളം മണ്ണ് പുറത്തേക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇന്ന് ആ പ്രദേശത്തേക്ക് പോയിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ഇന്നലെ രാത്രി മണ്ണിടിച്ചൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. കാരണം മണ്ണിടിച്ചൽ സാധ്യതയുള്ളതിനാൽ തന്നെയാണ് ഇന്നലെ ഏറെ വൈകിയുള്ള രക്ഷാപ്രവർത്തനം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോയത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം വൈകും. പക്ഷേ ഇന്നലെ അത്രത്തോളം മണ്ണ് നീക്കം ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്ത് വീണ്ടും മണ്ണ് എടുക്കാനുള്ള സാധ്യതയാണ് ഇന്നുള്ളത്. അത് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനായാൽ ഒരുപക്ഷെ സൈന്യം എത്തുമ്പോഴേക്കും ഈ കൃത്യമായി അവിടെ വാഹനമുണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്കെങ്കിലും പോകാൻ സാധിക്കും.
കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിലിന് ഇന്ന് സൈന്യം ഇറങ്ങുകയാണ്. രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നത് പക്ഷേ വൈകും. മഴയും വെളിച്ചക്കുറവും ഒക്കെ തിരച്ചിൽ വൈകാൻ കാരണമാവുന്ന ഘടകങ്ങളാണ്. ഇന്നലെയാണ് റഡാർ സിഗ്നലിൽ കണ്ടെത്തിയ ഭാഗത്തെ മണ്ണ് നീക്കം ഇന്നും അതുപോലെ തന്നെ തുടരും. കൂടുതൽ വിവരങ്ങളാണ് PK സരീഷ് നൽകിയത്.